നിരപരാധിയായ ഒരു ക്ഷേത്ര പൂജാരിയെ വിഗ്രഹമോഷണ കേസിൽ കൊടുക്കാൻ നടത്തിയ പോലീസിന്റെ ശ്രമങ്ങൾ വിവാദമാകുന്നു. ശ്രീകോവിലിൽ പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരിയെ ക്ഷേത്രത്തിനുള്ളിൽ കയറി ബലമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന് സംഭവിച്ചത് വൻ വീഴ്ച തന്നെ. ഭക്തരുടെ വിശ്വാസത്തെ പോലീസ് കണക്കിലെടുത്തില്ല എന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പോലീസിന്റെ അനാവശ്യ കടന്നുകയറ്റം കാരണം നിരവധി പൂജകളാണ് ക്ഷേത്രത്തിൽ മുടങ്ങിയത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ഫോണിലൂടെ മാപ്പ് പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമവും നടത്തി. ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ രാത്രി വൈകിയാണ് പൂന്തറ പോലീസ് പൂജാരിയെ വിട്ടയച്ചത്. പ്രതിഷേധം ശക്തമായതോടെ ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകിയ കമ്മീഷണർ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ഉറപ്പു നൽകി. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് മണക്കാട് മുത്മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുൺ പൊറ്റിയെ പൂന്തറ പോലീസ് ഒരു വിഗ്രഹമോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്ര ഭാരവാഹികൾ പോലും വിവരം അറിഞ്ഞിരുന്നില്ല. പൂജ നടക്കുകയാണെന്നും അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് കേൾക്കാൻ കൂട്ടിയില്ലെന്നും ചെയ്യാത്ത കുറ്റത്തിനാണ് പോലീസ് തന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയതെന്നും പൂജാരി പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ അപമാനമുണ്ടായെന്നും ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണെന്നും സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ അരുൺ പൂജാരി വിങ്ങിപ്പൊട്ടിയാണ് പറഞ്ഞത്. കഴിഞ്ഞ മാസം പൂന്തറ ഉച്ചമാടാൻ ക്ഷേത്രത്തിൽ നിന്നും 40 വർഷത്തിലേറെ പഴക്കമുള്ള 1.5 കോടി രൂപ വില വരുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിലെ അന്നത്തെ പൂജാരി എന്ന നിലയിൽ അരുൺ പോറ്റിയെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിലെത്തി കസ്റ്റഡിയിലെടുത്തത്. വിഗ്രഹം കാണാതായതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു പങ്കുമില്ലെന്ന് അരുൺ പോറ്റി ആണയിട്ട് പറഞ്ഞു. നേരത്തെ പോലീസ് വിളിക്കുകയും ശനിയാഴ്ച സ്റ്റേഷനിൽ എത്തിക്കോളാമെന്ന് പറയുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിൽ കയറി പോലീസ് ബലമായി കൂട്ടിക്കൊണ്ടുപോയതെന്നും അരുൺ പോറ്റി പറയുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ പൂന്തറ പോലീസിന്റെ ഈ നടപടിക്കെതിരെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.